നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളാണ്. ഈ മാസത്തെ അല്ലെങ്കിൽ ഈ മാസങ്ങളിലെ പ്രത്യേകതകൾ എന്താണ് എന്ന് വെച്ചാൽ, ഒരു വർഷം ഒരു ബിസിനസ് സ്ഥാപനം ചെയ്തു വന്ന ബിസിനസ്സുകളുടെ റിസൾട്ട് പരിശോധിക്കുന്ന ഒരു സമയമാണ്. ചെയ്ത അക്കൗണ്ട്സുകളെല്ലാം ക്ലോസ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും മാർച്ച് മാസം. അങ്ങനെ അക്കൗണ്ട്സുകളെല്ലാം ക്ലോസ് ചെയ്ത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നിവ പ്രിപ്പയർ ചെയ്ത് പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നു വരികയും പുതുതായിട്ട് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഇയർ എൻഡിങ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇയർ എൻഡിങ് പ്രോസസ്സ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ടാലി അതിനെ വളരെയധികം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇയർ എൻഡിങ് പ്രോസസ്സിൽ നിങ്ങളുടെ ഒരു വർഷത്തെ ലെഡ്ജറുകൾ ക്ലോസ് ചെയ്ത് ട്രയൽ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ട്രയൽ ബാലൻസിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ പ്രിപ്പയർ ചെയ്ത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ്. അതിൻ്റെതായ സമയം ആവശ്യമാണ് പരിശോധനകൾക്ക്. എന്നാൽ ടാലിയിൽ നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം തന്നെ ഒരു സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്ത് മറ്റൊരു സാമ്പത്തിക വർഷം തുടങ്ങുവാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ അക്കൗണ്ടിങ് നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സോ എങ്ങനെയാണ് നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ടാലി കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ കമ്പനി ഇവിടെ APC കേര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ കറണ്ട് പീരീഡ് ഏതാണ് എന്ന് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മുകൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. 1 April 2020 to 31 March 2021. സോ ഇത് ഇപ്പോൾ ഉള്ള കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ്. നമുക്കിതിനെ അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഇത് ഗേറ്റ് വേ ഓഫ് ടാലിയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ടുള്ള Alt F2 ഉപയോഗിക്കാം. പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്കിവിടെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ കറണ്ട് പീരീഡ് ഓപ്ഷൻ്റെ അവിടെ മൗസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചേഞ്ച് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഓപ്ഷൻ വരും. സോ നിങ്ങളുടെ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലെഡ്ജറുകൾ മുഴുവൻ ക്ലോസ് ചെയ്ത് പുതിയൊരു സാമ്പത്തിക വർഷത്തെ പുതിയ കണക്കുകൾ ഓപ്പൺ ചെയ്യാൻ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതിയായിരിക്കും. സോ എനിക്കിവിടെ ചേഞ്ച് പീരീഡ് എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്? 1/4/2021 സാമ്പത്തിക വർഷത്തിലേക്ക് മാറണം. സോ നമ്മളെൻ്റെ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യണം. 1 April 2021 2021 ഞാൻ ടൈപ്പ് ചെയ്തു. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് 31 March 2022 2022 വരും. ഇതാണ് നമ്മുടെ പുതിയ സാമ്പത്തിക വർഷം. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പഴയ ബാലൻസുകളെല്ലാം ക്ലോസായി പുതിയൊരു അക്കൗണ്ടിങ് വർഷത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ ഞാനിവിടെ എൻ്റർ അടിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സാമ്പത്തിക വർഷം ഇവിടെ മാറി. ഇനി നിങ്ങൾ കറണ്ട് പീരീഡ് എന്നുള്ളിടത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ 1 April 2021 to 31 March 2022 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് മറ്റ് റിപ്പോർട്ടുകളെല്ലാം എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് എവിടെയുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ March 31 ക്ലോസിംഗ് ബാലൻസുകളെല്ലാം ഇങ്ങോട്ട് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുള്ളതായിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലെഡ്ജർ റിപ്പോർട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഉദാഹരണമായിട്ട് ഞാൻ ഡിസ്പ്ലേയിൽ വന്നു, അക്കൗണ്ട് ബുക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷിൻ്റെ ലെഡ്ജർ എടുത്ത് നോക്കാം. ഇവിടെ ക്യാഷ് ബാലൻസ് ഉണ്ട്. എൻ്റർ അടിച്ച് നോക്കിയാൽ ട്രാൻസാക്ഷൻസ് ഒന്നും കാണില്ല. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 31 March 2021 നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ പുതിയ സാമ്പത്തിക വർഷം ഓപ്പണായിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ലെഡ്ജറുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം. ടാലിയിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന 2021 March 31 വരെ ചെയ്തിട്ടുള്ള എല്ലാ കണക്കുകളും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ഇങ്ങോട്ട് വരും. അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെയും മിസ്റ്റേക്ക് വരും. ദെൻ നിങ്ങൾക്ക് ഒരു എൻട്രി ഒന്ന് ഇട്ട് നോക്കാം. നമുക്ക് ഞാൻ വൗച്ചറിലേക്ക് വൗച്ചർ നമ്പർ ഇവിടെ മാറി കണ്ടോ. പേയ്മെൻറ്റ് വൗച്ചർ നമ്പർ 1 ആണ്. സെയിൽസ് വൗച്ചറിലേക്ക് വന്നു, സെയിൽസ് വൗച്ചർ നമ്പർ 1 ആണ്. സോ ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു
ഫ്രഷ് ആയിട്ട് എങ്ങനെയാണോ പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് അതേപടി ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട. വൗച്ചർ നമ്പറുകളടക്കം മാറിയിട്ടുണ്ട്. സോ നമുക്കൊരു എൻട്രി നിങ്ങൾ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പം ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് എനിക്ക് കഴിഞ്ഞ വർഷത്തേക്ക് ഒരു എൻട്രി ഇടാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ 1/12/2020 പഴയ ഒരു സാമ്പത്തിക വർഷമാണ് എൻട്രി അടിച്ചു. കണ്ടോ അവിടെ നിങ്ങളോട് അപ്പോൾ തന്നെ എറർ വന്നു, ഡേറ്റ് കനോട്ട് ബി ബിലോ ദി കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. സോ ഇത് പുതിയൊരു സാമ്പത്തിക വർഷമാണ്. അപ്പോൾ പഴയ വർഷത്തെ കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ദെൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിങ്ങനെ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്തിട്ട് ഒരു എൻട്രിയും ഇടാതെ നിങ്ങൾ ടാലി ക്വിറ്റ് ചെയ്തിട്ട് രണ്ടാമത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ പഴയ സാമ്പത്തിക വർഷമേ വന്ന് കിടക്കുകയുള്ളൂ. കാരണം പുതിയ സാമ്പത്തിക വർഷം ട്രാൻസാക്ഷൻസ് ഒന്നും കയറില്ല. അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്തെങ്കിൽ മാത്രമാണ് ഫിനാൻഷ്യൽ ഇയർ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ സപ്പോസ് ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് ഞാൻ പേ ചെയ്യണം. ഒരു 100 rupees അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് ക്യാഷ് ആയിട്ട് പേ ചെയ്യാണ്. എൻട്രി ചെയ്തു. 1 April 2021 പേ ചെയ്ത് ഞാൻ സേവ് ചെയ്തു. സോ ഇവൻ്റെ ഇയർ എൻഡിങ് പ്രോസസ്സ് ഇതോടെ കംപ്ലീറ്റ് ആയി. സോ നിങ്ങൾ ബാക്കിയുള്ള ലെഡ്ജറുകൾ ബാലൻസുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ ഉണ്ട്. സോ നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് ഓൺ 1 April 2020 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഓപ്പണിംഗ് ആയിട്ട് വന്നതാണ്. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു സാമ്പത്തിക വർഷം ഒരു ഓൾട്ടറേഷൻ വേണ്ടി വന്നു, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ വൗച്ചറിലേക്ക് വന്നിട്ട് ഇവിടെ പീരീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡേറ്റിൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ആരോ മാർക്കുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പീരീഡ് കാണിക്കും. ഡേറ്റിലല്ല, പീരീഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചേഞ്ച് പീരീഡ് എന്ന് കൊടുത്തിട്ട് പഴയ സാമ്പത്തിക വർഷത്തിലേക്ക് 1/4/2020 ടു 31/3/2021 ഈ ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് F2 അടിച്ചു. 1/12/2020 എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാം. ഞാൻ സെയിം മറ്റൊരു എക്സ്പെൻസസ് പോലെ എന്തെങ്കിലും ബാങ്ക് ചാർജസ് നമ്മളൊന്ന് ബുക്ക് ചെയ്യുകയാണ്. 10 രൂപ ബുക്ക് ചെയ്തു സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ട്രാൻസാക്ഷൻ സേവ് ചെയ്യും. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം പഴയ ഒരു സാമ്പത്തിക വർഷത്തെ എൻട്രി ഇടണമെങ്കിൽ നിങ്ങളിവിടെ ചേഞ്ച് പീരീഡ് എടുക്കണം. പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ചേഞ്ച് പീരീഡ് ചേഞ്ചായിട്ട് മാറിയിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്ക് ടാലി ഒന്ന് എസ്കേപ്പ് അടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് വന്ന് ഒരു എൻട്രി ഇട്ടു. ഇയർ എൻഡിങ് പ്രോസസ്സ് ക്ലോസ് ആയി. പക്ഷേ എനിക്ക് പഴയ സാമ്പത്തിക വർഷം ഒരു എൻട്രി ഇടേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻട്രി ഇടാൻ ട്രൈ ചെയ്ത് ഡേറ്റ് ചേഞ്ച് ചെയ്തപ്പം പറഞ്ഞു ഫിനാൻഷ്യൽ ഇയറിന് താഴെയുള്ള അല്ലെങ്കിൽ മുൻപുള്ള ഡേറ്റുകളിൽ എൻട്രി ഇടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പീരീഡിൽ വന്നു, ഡേറ്റ് മാറ്റി പഴയ സാമ്പത്തിക വർഷത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ നമുക്ക് പഴയ സാമ്പത്തിക വർഷം എൻട്രി ഇടണമെങ്കിൽ പഴയ സാമ്പത്തികത്തിലേക്ക് തിരിച്ചു വന്ന് എൻട്രി ഇടാം. ആ എൻട്രി ഇട്ടത് നിങ്ങൾക്ക് എവിടെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും, പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അത്തരത്തിൽ വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് ടാലിയെ ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾ ടാലി ഒന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താലും നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ ടാലി പ്രൈം ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ടാലി പ്രൈമിൽ നമ്മുടെ APC കമ്പനിയിൽ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ടാലി ക്വിറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പം പുതിയ സാമ്പത്തിക വർഷം തന്നെ വരികയും ചെയ്തു. 1 April 2021 ടു 31 March 2022. അപ്പം ഞാൻ പീരീഡ് ചേഞ്ച് ചെയ്താലും ക്വിറ്റ് ചെയ്ത് തിരിച്ചു വന്നാൽ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക വർഷം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ നമുക്കത് പെർമനൻ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്ന് ഇവിടുന്ന് തന്നെ പീരീഡ് ചേഞ്ച് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പം താൽക്കാലികമായിട്ടൊരു എൻട്രി ഇടാൻ വേണ്ടി മാത്രമാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റ് വൗച്ചറുകളിൽ നിന്നോ റിപ്പോർട്ടുകളിൽ നിന്നോ നിങ്ങൾക്ക് പീരീഡ് ചേഞ്ച് ചെയ്ത് ആ പീരീഡിലുള്ള റിപ്പോർട്ടുകൾ വ്യൂ ചെയ്യാവുന്നതും ആ പീരീഡിലുള്ള ട്രാൻസാക്ഷൻസ് കാണാവുന്നതും ആണ്. ഓക്കെ, മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണം ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ള ഡേറ്റയാണ് 2020-21 സാമ്പത്തിക വർഷത്തിലെ ഡേറ്റ. ഓഡിറ്റിംഗ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഡേറ്റയിൽ കയറി ഓൾട്ടറേഷൻ നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഓൾട്ടറേഷൻ വരുത്താതിരിക്കാൻ വേണ്ടി ഒന്നിൽ സെക്യൂരിറ്റി സെറ്റിങ്സിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിടാം. എന്ന് പറഞ്ഞാൽ ഇത് 2 കമ്പനി, ഓരോ സാമ്പത്തിക വർഷത്തെ ഡേറ്റയും ഓരോ കമ്പനിയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ഞാൻ സ്പ്ലിറ്റിലേക്ക് വന്നു. നിങ്ങൾക്ക് വെരിഫൈ കമ്പനി ഡേറ്റ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ വെരിഫൈ ചെയ്യാനുള്ള സംവിധാനമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാണ്. എൻ്റെ ഡേറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാണ്. ഇവിടെ വെരിഫിക്കേഷനൊക്കെ നടന്നു, വേറെ എററുകളൊന്നുമില്ല. ഞാൻ എസ്കേപ്പ് അടിച്ചു. ഇനി എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് മെനുവിൽ ഡേറ്റയിലേക്ക് വന്നു, സ്പ്ലിറ്റിൽ വന്നു, സ്പ്ലിറ്റ് ഡേറ്റയിൽ വന്നു. സോ ഇവിടെ
സ്പ്ലിറ്റ് ഫ്രം കണ്ടോ 1 ഏപ്രിൽ 2021. അപ്പം 1 ഏപ്രിൽ 2021 ശേഷമുള്ളത് ഒരു കമ്പനിയായിട്ടും 1 ഏപ്രിൽ 2021 പുറകിലേക്കുള്ള, അതായത് 31 മാർച്ച് 2021 വരെയുള്ള ഡേറ്റ മറ്റൊരു കമ്പനിയായിട്ടും പഴയ ഡേറ്റ അതേപടിയും, അങ്ങനെ 3 കമ്പനികൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും. നിങ്ങളൊന്ന് എൻ്റർ അടിക്കുക. കമ്പനി ഫസ്റ്റ് കമ്പനിയുടെ പേര് ഇവിടെയുണ്ട്, APC കേരള പ്രൈവറ്റ് ലിമിറ്റഡ് ഫ്രം 1 ഏപ്രിൽ 2020. സെക്കൻഡ് കമ്പനിയുടെ 2021. ഓക്കെ, കണ്ടോ. അപ്പം 2 കമ്പനികളായിട്ട് ഇവിടെ പുതിയ 2 കമ്പനികൾ ഫോം ചെയ്യുകയും പഴയ ഡേറ്റ അതേപടി ഇവിടെ നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ കണ്ടിന്യൂ ടു സ്പ്ലിറ്റ് കമ്പനി ഡേറ്റ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളിവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ കമ്പനി കംപ്ലീറ്റ് ചെയ്യാം, എൻ്റർ അടിക്കാം, തിരിച്ചു വരാം. സോ ഇതാണ് ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ പഴയ ഫിനാൻഷ്യൽ ഇയറിലെ ഡേറ്റ ആരും തിരുത്തില്ല. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡേറ്റ ഒന്ന് ബാക്കപ്പ് എടുത്ത് വെക്കണം. അതിന് വലിയ പ്രയാസങ്ങളൊന്നുമുള്ള കാര്യമല്ല. ഡേറ്റ മെനുവിലേക്ക് വരിക, ബാക്കപ്പ്, ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാം. നിങ്ങളുടെ കമ്പനി ഇതേപോലെ ബാക്കപ്പ് ചെയ്തെടുത്ത് സൂക്ഷിക്കേണ്ടതും ആണ്. ബാക്കപ്പ് ചെയ്യാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യുകയും ചെയ്യാം. സോ നമുക്ക് എത്ര കോൺഫിഡൻ്റ് ഉണ്ടെങ്കിലും ഒരു ബാക്കപ്പായിട്ട് ഒരു ഡേറ്റ ഒന്ന് മാറ്റി വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. സോ ഇതാണ് ഇയർ എൻഡിങ് പ്രോസസ്സ് കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പുതിയ സാമ്പത്തിക വർഷം വളരെ ഫ്രഷായിട്ട് തന്നെ നിങ്ങൾക്ക് കമ്പനിയിൽ വളരെ സ്പീഡിൽ സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഡേറ്റ എൻട്രി ചെയ്യുകയും ചെയ്യാം. പഴയ സാമ്പത്തിക വർഷം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനമുണ്ട്, മാറ്റം വരുത്താതിരിക്കാനുള്ള സംവിധാനവുമുണ്ട്. സോ ചെയ്തു നോക്കുക. സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.